പ്രശാന്ത് സാർ, നമ്മുടെ DRDOയും ബാബ അറ്റോമിക് റിസർച്ച് സെന്ററും കൂടി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ലീനിയർ ഇലക്ട്രോൺ ആക്സിലേറ്റർ ആണ് കാളി എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യ ആയുധം. അങ്ങനെയാണ് വിക്കിപീഡിയ പറയുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് കാളി എന്ന പേരിൽ ഒരു രഹസ്യ ആയുധമുണ്ടെന്നും അതിന്റെ വിശദാംശങ്ങൾ ലോകരാജ്യങ്ങൾക്കൊന്നും അറിയില്ല എന്നുമാണ് പൊതുവെ പറയുന്നത്. അതീവ രഹസ്യമായാണ് ഇന്ത്യ ഈ ആയുധം സൂക്ഷിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും രഹസ്യ ആയുധങ്ങൾ ഇന്ത്യക്കുള്ളപ്പോഴും ഈ കഴിഞ്ഞ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ പ്രതിരോധ മേഖലയിൽ സഹായിച്ചത് റഷ്യയുടെ S-400 ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഇന്ത്യയുടെ S-400 പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ചൈനയുടെ ഡ്രോണുകളെ, മിസൈലുകളെ ഇന്ത്യക്ക് ഒരു സംരക്ഷണം ഒരുക്കിയെങ്കിൽ, അതിൽ നിന്നൊക്കെ ഇന്ത്യക്ക് ഒരു സംരക്ഷണം ഒരുക്കിയെങ്കിൽ, റഷ്യ ഉക്രൈൻ വാറിന്റെ സമയത്ത് റഷ്യ പ്രയോഗിച്ചതും ഇതേ ഡിഫൻസ് സിസ്റ്റമാണ്. എന്തുകൊണ്ട് ഉക്രൈനെതിരെ റഷ്യക്ക് ഈ ഡിഫൻസ് സിസ്റ്റം വഴി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല? അപ്പോൾ ഇന്ത്യ ഉപയോഗിച്ചത് S-400 മാത്രമാണോ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി നിരയിൽ എന്നുള്ള ഒരു സംശയം ബാക്കിയാവുന്നു. ആ നീതു ചോദിച്ചതുപോലെ അതൊരു പ്രസക്തമായ ചോദ്യം. ഇപ്പൊ ലോകം ചോദിക്കുന്ന ചോദ്യമാണ്. S-400 ഉണ്ടായിട്ട് യുക്രൈൻ എങ്ങനെ റഷ്യയിൽ ഡ്രോണുകൾ ഇടാൻ സാധിക്കുന്നു, മിസൈലുകൾ ഇടാൻ സാധിച്ചു? ഈ S-400 ഇന്ത്യയിൽ വന്നപ്പോൾ അതിന്റെ പ്രതിരോധ സംവിധാനം കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ സംവിധാനം കൊണ്ടാണ് ആണെന്ന് പറയുന്നല്ലോ ഇവിടെ മിസൈലുകളും ഡ്രോണുകളും ഒന്നും വർഷിക്കാൻ പറ്റാതെ പോയത്? അതുകൊണ്ട് തന്നെയല്ലേ S-500 അല്ലെങ്കിൽ S-400 കൂടുതൽ മേടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നൊക്കെ പറഞ്ഞ് ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകം എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പം ഏറ്റവും ഗഹനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ പറ്റിയുള്ള കാര്യം തന്നെയാണ്. കാരണം ആർക്കും മനസ്സിലാവാത്ത രീതിയിലേക്ക് ഏറ്റവും പ്രബലന്മാരെന്ന് വിചാരിക്കുന്നവരെ മറികടക്കുന്ന രീതിയിലേക്കുള്ള സാങ്കേതിക വിദ്യയും യുദ്ധതന്ത്രവും ഇന്ത്യ ഉപയോഗിക്കുന്നു. അതായത് ഏറ്റവും പുതിയ യുദ്ധതന്ത്രങ്ങൾ പോലും ഇന്ത്യൻ സേന വളരെ പെട്ടെന്ന് പഠിച്ച് അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാളി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം തന്നെ ഏതാണ്ട് കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നാണ്. അപ്പം ഇത് കാളി 5000 ഈ നേരത്തെ പലവട്ടം വാർത്താ പ്രാധാന്യം വലുതായിട്ട് നേടിയിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ പറയുന്നുണ്ട് അവരുടെ കാളിയുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു പ്രളയം നടന്നപ്പോൾ ഇവര് പറയുന്നത് കാളി ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഭയങ്കര ഒരു പ്രളയം ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്യണ്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ ആ മഴ പെയ്യാൻ സാധ്യതയൊന്നുമില്ലാത്ത സമയത്ത് പാകിസ്ഥാൻ ഒലിച്ചുപോയി. ഇന്ത്യയുമായിട്ട് ഏതോ ഒരു സംസാരത്തിന്റെ പുറത്താണ്. അപ്പൊ അന്ന് ഒരു ഇതിനെപ്പറ്റി ഒരു സംസാരമുണ്ട്. കാളിയാണ് ഇതിന്റെ പുറകിൽ, കാളിയാണ് ഇത്. ആരും ഒന്നും പറയാൻ പോയിട്ട് എന്തോ കാളി എന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി. പക്ഷെ ഇതിന്റെ ഈ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പരിധിയാൽ കിട്ടത്തില്ല. സാധാരണ ഇപ്പൊ ബ്രഹ്മോസിന്റെ ഡീറ്റെയിൽസ് പരിധിയാൽ കിട്ടും, S-400 ഡീറ്റെയിൽസ് പരിധിയാൽ കിട്ടും. അപ്പൊ ഓരോ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ഡീറ്റെയിൽസ് പോലെ അങ്ങനെ വലിയ വലിയ മിസൈലുകളുടെ ഡീറ്റെയിൽസ് ഇത്ര കിലോമീറ്റർ പോവും, ഇതിന്റെ പ്രഹരശേഷി ഇങ്ങനെയാണ്, ഇവിടുന്ന് നിലത്തുനിന്ന് തൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് തൊടുക്കാൻ പറ്റും, അന്തർവാഹിനിയും തൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ മിസൈലിനെ പറ്റി അങ്ങനത്തെ ഡീറ്റെയിൽസ്. പക്ഷെ കാളിയെ പറ്റി ഡീറ്റെയിൽസ് ഇല്ല. കാളിയെ പറ്റി ഡീറ്റെയിൽസ് ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ പ്രതിരോധ സംവിധാനം S-400 എന്ന് പറയുന്നത് മാത്രമായിരുന്നില്ല. ഏതാണ്ട് 7 ലെയർ പ്രതിരോധ സംവിധാനം വരെ ഉണ്ടായിരുന്നു. അതിന്റെ വ്യക്തത വരുത്തിയിട്ടില്ല, അങ്ങ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല. കാരണം ഇന്ന വിമാനം അടിച്ചിട്ടു, ഇന്ന വിമാനം നമ്മൾ ഉപയോഗിച്ചു, അടിച്ചിട്ടു. അപ്പൊ നമുക്ക് വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ മാത്രമാണ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. വ്യക്തത വരുത്തണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന വളരെ കൂടുതൽ വലിപ്പത്തിൽ ആയുധങ്ങൾ, രഹസ്യ സ്വഭാവമുള്ളത് ഇന്ത്യയിൽ ഉണ്ട് എന്ന് നേരത്തെ ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതിനകത്താണ് ഒരു കാളി. ഈ കാളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പറഞ്ഞാൽ ശക്തമായ ഊർജ പ്രവാഹത്തിലൂടെ വെടിയുണ്ടയില്ല, ബോംബില്ല, സൗണ്ട് ഇല്ല, ഒന്നും വരുന്നത്. ഇപ്പൊ അയൽ രാജ്യത്തു നിന്ന് ഒരു മിസൈൽ ഇങ്ങോട്ട് വരിക, ഇത് ഈ ഊർജ പ്രവാഹം അങ്ങോട്ട് ചെന്നിട്ട് അതിന്റെ ഇലക്ട്രോണിക് സംവിധാനം മൊത്തം തകർത്താൻ കളയുക. നമുക്കറിയാവുന്ന കാര്യമായി പറയുന്നത്, അല്ലാതെ അതിന്റെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല.
അതുപോലെ ഡ്രോൺ വന്നാൽ ഇതിന്റെ ഊർജ്ജ പ്രവാഹം ആകുമ്പോൾ ഇതിന്റെ സ്പീഡും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കും കൊടുക്കാൻ തയ്യാറായിട്ടില്ല, ഡീറ്റെയിൽസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ കാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ലെന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ വന്നിരുന്നിട്ട് ചോദിച്ചില്ലേ, കിരാന ഹിൽസിൽ നിങ്ങൾ ആക്രമിച്ചു. അന്നേരം ഈ ചോദിച്ച ആൾക്കാരടുത്ത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഉദ്യോഗസ്ഥൻ ചോദിച്ചല്ലോ, അയ്യോ അങ്ങനെ കിരാന ഹിൽസിലാണോ ഈ പാകിസ്ഥാൻ ഇങ്ങനെ ആയുധങ്ങളൊക്കെ വെച്ചേക്കുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ആദ്യത്തെ അറിവാണ്, നിങ്ങൾ പറഞ്ഞത് കാര്യമാണ്, ഞാൻ ഇനി പരിശോധിക്കാന്ന് പറയുന്നത് പോലെ. ഇപ്പൊ ഇന്ത്യ അടുത്ത് ചോദിക്കുക എന്താണ് കാളി, അവർ പറയും ഞങ്ങൾക്ക് ഒരു കാളിയെ അറിയത്തില്ല, ഭദ്രകാളിയെ മാത്രം അറിയാം, ഞങ്ങളത് ഉപാസിക്കുന്നതാണ്, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദേവിയാണ്, അതിന്റെ പേര് കാളി എന്നാന്ന് പറയും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇന്ത്യയെ പറ്റി പല അപവാദം പറയുന്നതിന്റെ കൂട്ടത്തിലുള്ള അപവാദമാണെന്ന് മാത്രം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷെ അപ്പൊ അതിന്റെ അർത്ഥം അതൊരു നിഗൂഢമായ ആയുധമാണ്, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആയുധമാണ്, ഇന്ത്യക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമാണ്. അപ്പം അതിന് അത്രയ്ക്ക് ശേഷിയുണ്ട്, ആർക്കും അതിന്റെ പ്രഹരശേഷിയെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു സംവിധാനം. ശക്തമായ ഊർജ്ജ പ്രവാഹം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിമാനങ്ങളിലും അല്ലെങ്കിൽ ഇതിനകത്ത് വന്നാലും ചെന്ന് തട്ടും, അവന്റെ ഇലക്ട്രോണിക് സംവിധാനം എല്ലാം തകർന്നു. ഒരു വിമാനം വരുമ്പോൾ അതിനകത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ തകർന്നു പോയാൽ, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിലല്ലാതെ അതിനെ മിസ്ഗൈഡ് ചെയ്താൽ അന്നേരെ തറയിൽ വീഴും. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം. അപ്പൊ പ്രതിരോധ മേഖലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തിയില്ലേ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ISROയുടെ സഹായത്തോട് വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റുകൾ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് എവിടെ നിന്ന് നമുക്കൊരു അറ്റാക്ക് വന്നാലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ലോകം, അല്ലെങ്കിൽ ആരാണ് നമുക്കെതിരെ നീക്കം നടത്തുന്നത്, എന്താണ് നീക്കം നടത്തുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ വലിയ വലുപ്പത്തിൽ സഹായിച്ചെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഈ സിന്ദൂറിന്റെ ആക്രമണത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് ഈ സാറ്റലൈറ്റ് ISRO സാറ്റലൈറ്റ് സഹായിച്ചു. അപ്പം ഇതുപോലെ തന്നെ ഈ S-400 മോശമാണെന്നല്ല, പക്ഷെ X-400 മാത്രമായിരുന്നില്ല. നമ്മൾ പ്രാദേശികമായിട്ട് വികസിപ്പിച്ചിട്ടില്ല. ആകാശ് മിസൈലിന്റെ കാര്യം പറയും, അതുകൊണ്ടാണല്ലോ ആകാശ് മിസൈലിനെ വെച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. അതുപോലെ നമ്മൾ പ്രാദേശികമായിട്ട് ഉള്ളതായിട്ടുള്ള പല ആയുധങ്ങളും എന്താണെന്നറിയാതെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നൊന്നും അറിയാത്ത രീതിയിലേക്ക്. അപ്പൊ ഇതിനകത്ത് വേറൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യം പറയുമ്പോൾ താർ ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ അയൺ ഡോം സംവിധാനം ഇസ്രയേലിന് അറിയത്തില്ലേ, തകരാറ് വന്നു, താർ കൊണ്ടുവന്നു. അപ്പൊ താറിനെ മറികടന്ന് അവിടെ മിസൈൽ വന്നു. അതുപോലെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനം, ചൈനയുടെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അന്ന് ഈ പാകിസ്ഥാൻ മേടിച്ചോ പാകിസ്ഥാൻ കൊട്ടിഘോഷിക്കുമായിരുന്നില്ല. ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാകുമ്പം അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇവരിതെല്ലാം കൂടെ ചെണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്തത്. ഇതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് ഓരോത്തിനകത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ നീതു, ആദ്യത്തെ 9 നമ്മുടെ ഭീകരവാദികളുടെ കേന്ദ്രം നശിപ്പിക്കുമ്പോൾ നമ്മൾ മര്യാദക്കാ ചെയ്തത്. എന്താണെന്നറിയോ, നമ്മൾ അവരുടെ ഒരു സിസ്റ്റത്തിനും കംപ്ലൈന്റ് വരുത്തിയിട്ടില്ല. ഭീകരവാദികൾ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ കെട്ടിടങ്ങളും അവരെയും മാത്രം, സിവിലിയൻസിന് പോലും കുഴപ്പമൊന്നുമില്ല, അവരെയും മാത്രം നശിപ്പിച്ചിട്ട് നമ്മളുടെ മിസൈലുകളും അല്ലെങ്കിൽ നമ്മളെ ഡ്രോണുകളും അത് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്തത്, തിരിച്ചു പോരും. ഇതിനെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുപയോഗിച്ച സംവിധാനം എന്ന് പറഞ്ഞാൽ ചൈനയുടെ പ്രതിരോധ സംവിധാനം. ഈ സംവിധാനം നമ്മൾ നശിപ്പിച്ചില്ലല്ലോ. അതിനുശേഷം നമ്മൾ ഈ കയറി നശിപ്പിച്ചെങ്കിലും, അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ, അതിനുശേഷം ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മൾ അവിടെ പല പ്രതിരോധ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ സൈറ്റുകൾ, അല്ലെങ്കിൽ വ്യോമത്താവളങ്ങളും അല്ലെങ്കിൽ സൈനിക താവളങ്ങളും ഒക്കെ ആക്രമിച്ചു. അതിന് പല സിസ്റ്റംസും റഡാറുകളും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നശിപ്പിച്ചു. ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെ നശിപ്പിച്ചു. പക്ഷെ അന്ന് ഈ ആദ്യത്തെ പ്രാവശ്യം ഈ പറയുന്ന ടെററിസ്റ്റുകളെ മാത്രം ആക്രമിച്ച സമയത്ത് നമ്മൾ അവിടെ കയറിയത് ഈ പ്രതിരോധ സംവിധാനത്തെ ജാം ചെയ്താണ്. ചൈനയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനവും അവരുടെ റഡാർ സംവിധാനവും മൊത്തം ജാം ചെയ്തു. ഇത് വലിയ നാണക്കേടാ ചൈനയ്ക്ക്. ഈ നശിപ്പിച്ചാ പറയാം, അത് അതുപോലെ മിസൈൽ ഇട്ട് വന്നത് നിങ്ങൾ നശിപ്പിച്ചതാ, അങ്ങനെ അതിന്റെ ടെക്നോളജി പോയതാ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പ്രവർത്തിക്കാഞ്ഞത്. പക്ഷെ ജാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് ഒരു സാധനം അവിടെ ഇരിക്കുക നോക്കൂത്തി പോലെ, അതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, ടെക്നോളജി ഇപ്പൊ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ യുദ്ധം ജയിച്ചത് എന്തുകൊണ്ട് റഷ്യക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം S-400 മോശമല്ല, പക്ഷെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വലിയ വലിപ്പത്തിലുള്ള സംവിധാനങ്ങൾ, ഇതുപോലെ കാളി പോലെയുള്ള പല രഹസ്യ സ്വഭാവത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന പല
സംവിധാനങ്ങളും നമ്മൾക്കുണ്ട്, അല്ലെങ്കിൽ പല ആയുധങ്ങളും നമ്മൾക്കുണ്ട്. ഒരു പക്ഷേ മിസൈലുകളും ഒക്കെ നമ്മൾക്കുണ്ടാകാം, ഡ്രോണുകൾ നമ്മൾക്കുണ്ടാകാം എന്ന് വിചാരിക്കേണ്ടി വരും. ആ കാളിയെ പോലും വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെ അറിയാവുന്ന ഒരു വിവരം മാത്രമാണ്. പക്ഷെ കാളി പ്രവർത്തിച്ചു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. തീർച്ചയായും. റഷ്യയുടെ ഡിഫൻസ് സംവിധാനമായ S-400 പ്രവർത്തിക്കാത്തിടത്ത് ഇന്ത്യയുടെ മറ്റേതെങ്കിലും പ്രതിരോധ സംവിധാനം അതീവ രഹസ്യമായി പ്രവർത്തിച്ചോ എന്നാണ് ലോകരാജ്യങ്ങൾ, ലോകമാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. കാരണം വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ S-400 റഷ്യക്ക് തന്നെ ഒരു സമയത്ത് ഉപകാരപ്പെട്ടില്ല, അല്ലെങ്കിൽ ഉക്രൈന്റെ ഡ്രോണുകളെ, മിസൈലുകളെ തടഞ്ഞു നിർത്താൻ, പ്രതിരോധിക്കാൻ S-400 സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഇന്ത്യക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യം ഉയരുന്നത്. അതീവ രഹസ്യമാക്കി ഇന്ത്യ സൂക്ഷിക്കുന്ന കാളി പോലെയുള്ള ചില ആയുധങ്ങൾ, രഹസ്യ ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചോ എന്നുള്ള കാര്യവും അവ്യക്തമാണ്. ഇന്ത്യയുടെ സീക്രട്ട് വെപ്പൺസ് എന്നുള്ള രീതിയിലാണ് ലോകമാധ്യമങ്ങൾ, ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.